ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ, സൂപ്പർ ബമ്പർ. Bakatala Kora. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പറിൽ ഇന്ന് ഒരു സൂപ്പർ ഡേ ആണ്. നമ്മൾ ഇന്ന് സി കേരളം സൂപ്പർ ബമ്പർ 100 ദിവസം എത്തിയിരിക്കുന്നു, പൊളിച്ചെടുക്കുന്നു. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ, സൂപ്പർ ബമ്പർ. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് ആഘോഷമാണ്, 100ാം എപ്പിസോഡ്. അതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് 100ാം എപ്പിസോഡ് നമുക്ക് സി കേരളം സൂപ്പർ ബമ്പറിന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ദാ ഇവിടെ ചൊക്ലി മാരങ്കണ്ടിയിലെ പുനത്തിൽ മുക്ക് ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിന്റെ ആരവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചേ പോരട്ടെ. അവിടെ അടിപൊളി. താങ്ക് യു. അപ്പോൾ നമ്മൾ അങ്ങനെ 100 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിയുന്നു. 100 എപ്പിസോഡ് എത്തുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സിനിമ 100 ദിവസം ഓടി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷമൊക്കെ പറയുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളാവുമ്പോൾ. അതുപോലെ തന്നെ ഇന്ന് ആ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുകയാണ്. 100 എപ്പിസോഡുകൾ ഇതുപോലെ ഒരുപാട് നാടുകൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ ഞങ്ങൾ പിന്നിട്ട് അവസാനം ഇവിടെ ചൊക്ലി നിങ്ങളുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് 100ാം എപ്പിസോഡ് ആഘോഷിക്കാൻ. അപ്പോൾ പൊളിക്കല്ലേ നമ്മള്? അതാണ്. ഇന്നും ഒരു മുടക്കവും ഇല്ല. നമ്മുടെ കയ്യിൽ 100ാം എപ്പിസോഡിലും 1000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് കയ്യിലിരിക്കുന്നത്. നിങ്ങളിൽ ആർക്കൊക്കെയോ അത് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സമ്മാനം കിട്ടാം. അതിനുള്ള ഗെയിംസ് വേറെയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സമ്മാന പെരുമഴയുമായിട്ട് നമ്മൾ തുടങ്ങാണ് അല്ലേ? ഒരു നല്ല കൈയടി തന്നേ. അപ്പോ സൂപ്പർ ബമ്പർ കൊഴുപ്പിക്കാൻ വേണ്ടി ആരാ ഈ സൈഡിൽ നിന്ന് അടിപൊളിയായിട്ട് ഒരു പാട്ട് ആദ്യം പാടുക? ആ ചേച്ചിയാണ്, ഒന്ന് കൈവക്കേ. ഓക്കെ, അവിടെ ഒരാൾ റെഡി. ഇനി ഈ ഭാഗത്തു നിന്നും കൂടി വേണം ഒരാള്. റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ഒട്ടും വഹിക്കണ്ട, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. നമുക്ക് ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അങ്ങോട്ട് പോകാം. ആദ്യം ചേച്ചിയുടെ പാട്ട് കേൾക്കാം. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പൊ എന്താ ചേച്ചിയുടെ പേരെന്താ? അജിഷ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട് കേട്ടോ, എല്ലാരും ഉണ്ട്. ഓക്കെ, ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്, വീട്ടമ്മയാണ്? നല്ല ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ആണ്. അപ്പൊ ഇനി പാട്ട് പാടിയതാ ഈ കൂടിയിരിക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കണം. റെഡി അല്ലേ? പാടിക്കോ, പോരട്ടെ. കാക്കച്ചമ്മ കറുത്തിട്ടാണ്, കൊറ്റിച്ചിയമ്മ വെളുത്തിട്ടാണ്, പിന്നെന്താ മൊണ്ടച്ചി നമ്മള് തമ്മില് കണ്ടാമിണ്ടിയാല് എന്റെ കിടക്കൻ നിന്റെ കുട്ടിനെ ഒക്കെ തെടുത്തിട്ടുമ്മ കൊടുക്കും, പിന്നെന്താ മൊണ്ടച്ചി നമ്മള് തമ്മില് കണ്ടാമിണ്ടിയാല്. അതെ, എന്താ കണ്ടാമിണ്ടിയാല്? ഒരു നല്ല കൈഡി കൊടുത്തേ. ആരെങ്കിലും ആയിട്ടൊക്കെ വഴക്കിട്ടേ ഈ പാട്ടാണോ പാടണേ? ഈ പാട്ടല്ല പാടണേ. ഒരു നല്ല കൈഡി കൊടുത്തേ ചേച്ചിക്ക്. താങ്ക് യു ചേച്ചി, ഉഷാറായി. ഇനി നമുക്ക് നമ്മുടെ ഈ സൈഡിലുള്ള ചേട്ടൻ റെഡി ആയി നിൽക്കുന്നു. ഏതാണ് പാട്ടെന്ന് നോക്കാം. എന്താ ചേട്ടന്റെ പേര്? അനിൽ. എന്താ ചെയ്യുന്നത്? ടൈൽസ് പണി. അടിപൊളി. റെഡി, പോരട്ടെ. കരകാണ കടലല മേലേ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. കരകാണ കടലല മേലെ
മോഹപ്പൂങ്കുരുവി പറന്നേ കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പണ്ണാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ തെയ്യന്തര തെയ്യന്തര തെയ്. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പോ ഇനി അങ്ങോട്ട് മോഹപക്ഷിയൊക്കെ ഇവിടെ പറന്ന് നടക്കും. കാരണം 1000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ മത്സരിച്ച് ജയിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അത് ആരൊക്കെയാണ് സ്വന്തമാക്കുന്നത് എന്നുള്ളത് നോക്കാനുള്ള സമയമാണ്. മാത്രമല്ല നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് കുറച്ചുകൂടി വർണ്ണാഭമായിരിക്കും നമ്മുടെ കളികളും ഗെയിംസും എല്ലാം. അപ്പൊ റെഡിയല്ലേ? തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ലോട്ട് എടുക്കണം. അപ്പോൾ ലോട്ട് എടുക്കാനുള്ള പരിപാടികളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണ് എന്നറിയാനുള്ള പരിപാടി. റെഡിയല്ലേ? നമുക്കത് അറിയണ്ടേ? എന്നിട്ട് വിളിച്ച് തുടങ്ങണ്ടേ? അപ്പോൾ അവിടെ ഒരു കിടിലൻ മോൻ ഏതാണ്ട് എൻ്റെ അതേ ടീഷർട്ട് ഇട്ടിട്ട് നിൽപ്പുണ്ട്. ആളൊരു പാട്ട് പാടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് കേട്ട് ആളെ കൊണ്ട് നമുക്ക് ലോട്ട് എടുപ്പിച്ചാലോ? പൊളിക്കല്ലേ? ഒരു നല്ല കൈയടി. ഞാൻ ആളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. അടിപൊളി മാലയൊക്കെ ഇട്ട് സൂപ്പറാണ് ആള്. വാ, ഒരു നല്ല കൈയടി കൊടുത്തേ നമ്മുടെ സൂപ്പർ സ്റ്റാർ. എന്താ പേര്? മിത്തു. എടാ എന്റെ പേര് മിഥുൻ എന്നാണല്ലോ. അത് ശരി, എന്റെ അതേ ടീഷർട്ട് ഇട്ടത് പോരാണ്ട് എന്റെ അതേ പേരോ? സ്കൂളിൽ പോകുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാ? ആ, അംഗൻവാടിയാണോ ഉദ്ദേശിച്ചത്? അംഗൻവാടിയാണോ ഉദ്ദേശിച്ചത്? അംഗൻവാടിയാണ്. അവിടുത്തെ ടീച്ചറിന്റെ പേര് ഓർമ്മയുണ്ടോ? എന്താ ടീച്ചറിന്റെ പേര്? നിച്ച ടീച്ചർ. എടോ എല്ലാരും കേട്ടല്ലോ അല്ലേ? നിച്ച ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ടോ? എവിടെ ഉണ്ടോ? എവിടെയാ നിഷ ടീച്ചർ? എവിടെയാ നിഷ ടീച്ചറിനോട് കൈവക്കാൻ പറഞ്ഞേ? കൈവക്കേ. ആ അതാട്ടോ നിഷ ടീച്ചർ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ നമ്മുടെ മിത്തുമോന്റെ നിഷ ടീച്ചർ. മിത്തുമോനെ അപ്പൊ ഒരു അടിപൊളി പാട്ട് പാടിയേ. തുടങ്ങിക്കോ. അടിപൊളി. അയ്യോ, ഒരു അടിപൊളി കയ്യടി കൊടുത്തേ. പോരട്ടെ മിത്തുമോനെ. അപ്പോ മൊത്തത്തിൽ എത്ര ദിവസം ഉല്ലാസയാത്ര പോയി? 10. പക്ഷെ നമ്മള് 10 വരെ എത്തിയില്ല. അതിനു മുമ്പ് ചേട്ടൻ കയറിയിട്ട് നിർത്തിച്ചു അല്ലേ? സാരില്ല. എത്ര കുഞ്ഞാറ്റക്കിളിനെ കണ്ടു? അപ്പോ 10 കണ്ടോ? ആള് കണക്കില് വിടുകട്ടോ അന്വേഷ ടീച്ചറെ. അപ്പൊ ഒരു നല്ല കൈഡി കൊടുത്തേ. ഒപ്പം നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി ഒരു സൂപ്പർ കൈഡി കൊടുത്തേ നമ്മുടെ മിട്ടുമോന്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. വിളിക്കട്ടെ. നിമ്മി. ആരാത്? എവിടെയാണ് നിമ്മി? അപ്പൊ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി 100ാം എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിമ്മിയാണ്. നമസ്കാരം നിമ്മി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഓ സുഖം. ഉഷാറല്ലേ? നമ്മൾ തുടങ്ങാണ്. നമ്മുടെ സി കേരളം മലയാളത്തിൽ വന്നിട്ട് 100ാം എപ്പിസോഡാണ് ഈ സൂപ്പർ ബമ്പറിന്റെ. 100ാം എപ്പിസോഡിൽ ആദ്യത്തെ മത്സരാർത്ഥിയാണ്. അതൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഒരു നല്ല കൈയ്യടി കൊടുത്തേ നിമ്മിക്ക് ഒരിക്കൽ കൂടി. നിമ്മിക്ക് എന്ത് തോന്നുന്നു അങ്ങനെ ഒരു അവസരത്തിലൂടെ വന്ന് നിൽക്കുമ്പോ? ഒരുപാട് സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്ത് വരുന്നോ? ലോട്ട് ഇട്ടിട്ട് ഒരിക്കലും ഭാഗ്യം നമ്മുടെ സൈഡിലൂടെ പോവുമെങ്കിലും അടുത്ത് വരില്ലല്ലോ. അതുകൊണ്ട് ലോട്ടറി ഒന്നും എടുക്കാറില്ല? ഇല്ല. ലോട്ടറിയുടെ പൈസക്ക് നമ്മൾ 3 പപ്സ് വാങ്ങിച്ചു തന്നു. വെറുതെ കാശെടുത്ത് കളയണ. ആ നേരം വയറ് നിറയ്ക്കാലോ അല്ലേ? അത് നല്ല തീരുമാനാ. ഓക്കെ, നിമ്മി എന്താ ചെയ്യുന്നേ?
ഞാനിപ്പോ BEd പഠിക്കുക, ആ. മലബാർ BEd ട്രെയിനിങ് കോളേജ് പേരാവൂർ. വിഷയം ഏതെടുത്തിരിക്കുന്നത്? ഞാൻ ഡിഗ്രി PG ഇപ്പൊ BEdും ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലാണ്. ഓഹോ, മലയാള വിദ്വാത്രി ഒക്കെയാണല്ലേ? അത്രക്കൊന്നുമില്ല, എന്നാലും അതിലാണ്. ഓക്കെ, അപ്പൊ നിമ്മി, നമ്മൾ നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാണ്. കൂടുതൽ പരിചയപ്പെടൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാവാം. റെഡി. അപ്പോൾ 100ാമത്തെ എപ്പിസോഡ്, നമ്മൾ ആദ്യത്തെ മത്സരം, അത് ഏതാണ് ആദ്യത്തെ ഗെയിം എന്നുള്ളത് നമുക്ക് ലോട്ട് എടുത്ത് വേണം തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നിമ്മിയുടെ ആദ്യത്തെ ഗെയിം അത് ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. 100ാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഗെയിം, ആദ്യത്തെ മത്സരാർത്ഥി റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗെയിം എടുത്താലോ? റെഡി, എടുത്തോ. മാജിക് ഇതിലൊന്നുമില്ല. ഇതില് ഇത്തവണ 100ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ഗെയിം മാത്രം പേരിടാത്തത്. അതിന് കാരണമുണ്ട്. ഗെയിം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഗെയിം എന്ന് പറയുന്നത് ഒരു ബലൂൺ പൊട്ടിക്കൽ പരിപാടിയാണ്. അതിനകത്തൊരു സർപ്രൈസ് നമ്മൾ ഒളിപ്പിച്ചിട്ടുണ്ട്, 100ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗെയിം കണ്ടു കഴിയുമ്പോൾ, അതായത് നിമ്മി മത്സരിച്ച് ജയിക്കുകയോ തോൽക്കുകയോ നമുക്കപ്പോൾ നോക്കാം. നിമ്മി മത്സരിച്ച് കഴിയുമ്പോൾ ആ ഗെയിമിന് പറ്റിയ ഒരു നല്ല പേര് നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. റെഡി? അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സമ്മാനം ഉണ്ടാവും. അത് ഏറ്റവും ബെസ്റ്റ് നെയിം ഏതാണെന്ന് നമ്മൾ നോക്കി സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും നിമ്മിക്കും ഒരുമിച്ചാണ് 100ാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഗെയിം നമ്മൾ തരുന്നത്. തൽക്കാലം സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ ഇപ്പൊ ഇവിടെ എടുക്കുന്നു എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പറിന്റെ 100ാം എപ്പിസോഡ് ആദ്യത്തെ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിമ്മി കൂളിംഗ് ഗ്ലാസ് ഒക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നിമ്മി ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, 120 സെക്കൻഡ് സമയം, അതായത് 2 മിനിറ്റ്. ഈ 2 മിനിറ്റ് കൊണ്ട് നിമ്മി ഈ കാണുന്ന മഞ്ഞയും പച്ചയും ബലൂണുകൾ മാത്രം പൊട്ടിക്കുക. ഓക്കെ, അത് ആ തന്നിരിക്കുന്ന സൂചി കടിച്ച് പിടിച്ച് വേണം പൊട്ടിക്കാനായിട്ട്. റെഡിയല്ലേ? ഇത് ടോട്ടൽ ഒരു 100 ബലൂൺ ഉണ്ട് ഇതിനകത്ത്. അത് ഇത് പൊട്ടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ചുമപ്പ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് വെറുതെ സമയം പോകും. അപ്പൊ ഇത് തന്നെ മാത്രം തെരഞ്ഞെടുത്ത് താഴേന്ന് പൊട്ടിച്ച് തുടങ്ങിക്കോ മുകളിലോട്ട്. റെഡിയല്ലേ? തുടങ്ങാപ്പോ. അപ്പൊ കൈയടിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അതെ, ഈ സൈഡിലേക്ക് ഒന്ന് പൊട്ടിച്ച്. അതന്നെ. ആഹാ, കളറായി 100ാം എപ്പിസോഡ് കളറായി. പോരട്ടെ. വിടരുത്, ഒന്നിനെ വിടരുത്, ഒന്നുപോലും ബാലൻസ് വെക്കണ്ട. പോരട്ടെ. അപ്പൊ ഇറങ്ങി പോയത് പോട്ടെ, മുകളിലുള്ളത് പൊട്ടിച്ചാൽ മതി. മുകളിലോട്ട്. സൂപ്പർ, അടിപൊളി. കൈയടിച്ചേ. കുട്ടികളൊക്കെ എന്താ കൈയടിക്കാതെ? സൂപ്പർ. 50 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. 50 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ. സൂപ്പർ. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. അതല്ല, മോളിന് ഇവിടെ. മതി. ഇപ്പൊ നിമ്മിയും കളറിലായി. നമ്മുടെ ഇവിടെ 100ാം എപ്പിസോഡ് തെളിഞ്ഞിരിക്കുന്നു. സൂപ്പർ. ആദ്യ റൗണ്ട് കഷ്ടപ്പെട്ട് മത്സരിച്ച് ഇവിടെ 100 തെളിയിച്ചു. അതോടൊപ്പം തന്നെ മൊത്തം കളറിൽ കുളിച്ച ആളാണ്. 1000 രൂപ തരാനുണ്ട്. ആ 1000 രൂപ കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഗെയിമിന് ഒരു പേരിട്ടാൽ ആ നല്ല പേര് പറയുന്ന ആൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നത്. നമുക്ക് റെഡിയാണോ? നിങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? റെഡി. ഞാനൊന്ന് പോയി പേരുകൾ കേട്ടിട്ട് വരാം. ഓക്കെ, റെഡി? അവിടെ തന്നെ ഇരുന്നോ. ഞാൻ വരാം. ഓക്കെ, എന്താ പേര്? 1000 ദിവസത്തിൽ 1000 ബലൂൺ. ഇത് 100ാം ദിവസം അല്ലടാ. 100ാം ദിവസം അല്ല. മാറിപ്പോയല്ലോ ദൈവമേ. പോട്ടെ, ഇവിടെ വേറെ ആരാ കൈവയ്ക്ക്? പറഞ്ഞോ. സൂപ്പർ ബമ്പർ ബലൂൺ. സൂപ്പർ ബമ്പർ ബലൂൺ നോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ആരാ? ഇവിടെ പോരട്ടെ. കുത്തി പൊട്ടിക്കാം ബലൂൺ. കുത്തി പൊട്ടിക്കാം ബലൂൺ. ഈ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? ഈ ഭാഗത്ത് ആർക്കും പേരിടാൻ തോന്നിയില്ല. ഓക്കെ, എന്താ ചേച്ചി പറഞ്ഞത്? കളർഫുൾ 100. കളർഫുൾ 100. അത് കൊള്ളാം അല്ലേ? പൊളിച്ചില്ലേ? കളർഫുൾ 100. ഒരു നല്ല കൈ കൊടുത്തേ. ചേച്ചി ഇങ്ങ് വന്നേ. ഇങ്ങ് വാ. നിമ്മി, ആ പേര് എങ്ങനെ ഉണ്ടായിരുന്നു? കളർഫുൾ 100. നിമ്മി എന്തായാലും അത് കിടൂന്ന് പറഞ്ഞു. കളർഫുൾ ആയതുപോലെ തന്നെ നിമ്മിയാണല്ലോ. ഒരു നല്ല കൈ കൊടുത്തേ. എന്താ പേര് ചേച്ചിയുടെ? ശ്രീനില. നിളയല്ലോ. നില. ശ്രീനില. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് ആണ്. അത് ശരി. മറ്റേ ജപ്തിക്ക് പോകുന്ന ആളാണോ?
അല്ല ബാക്കിയുള്ള പിരിവ് കാര്യങ്ങള് പരിപാടി. ഓക്കെ, ഇവിടെ അടുത്താണോ വർക്ക് ചെയ്യുന്നത്? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മയുണ്ട്, എന്റെ മകളുണ്ട്, ഹസ്ബൻഡിന്റെ സഹോദരി ഉണ്ട്, 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. എന്തായാലും ആള് വന്നു, ഒരു അടിപൊളി പേര് പറഞ്ഞു അല്ലേ? കളർഫുൾ 100 എന്ന പേരാണ് പറഞ്ഞത്. നല്ല പേരാണ്, നല്ല രസമുണ്ട്, ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ളൊരു പേരുമാണ്. നല്ലൊരു കൈ കൊടുത്തേ. സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു ഗെയിമും കൂടി തരാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഈ നിൽക്കുന്ന ആള് മലയാളം വിദ്വാൻ ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ അടുത്ത് വന്ന ആൾക്കും അങ്ങനത്തെ ഒരു ഗെയിം തരാം. നമ്മൾ ഇനി സംസാരിക്കുമ്പോൾ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാവൂ. മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ തന്നെ പ്രാക്ടിക്കൽ വന്നു, ഭാഷയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പൊ പറയുന്നുണ്ട് ഭരണഭാഷ മലയാളമാക്കണം അല്ലെ, മലയാളത്തിൽ എല്ലായിടത്തും എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യമാണ്, ഒന്ന് ശ്രമിച്ചു നോക്കാം. റെഡി അല്ലേ? ഇനി മൈക്കൊന്ന് അടുപ്പിച്ചു പിടിച്ചേ. ഇനി ഞാൻ എന്ത് വെച്ചാലും മലയാളത്തിലെ പറയാവൂ. നോക്കാം അല്ലേ? ചേച്ചി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീനില എന്നല്ലേ പേര് പറഞ്ഞത്? ഫുൾ നെയിം എന്താ? ശ്രീനില ശ്രീധരൻ. ശ്രീധരൻ. ശ്രീധരൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്? അച്ഛനാണ്, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആണല്ലേ? ഓക്കെ. ചേച്ചി എന്താ ജോലി ചെയ്യണമെന്ന് പറഞ്ഞേ? ഞാനൊരു സഹകരണ സ്ഥാപനത്തിലെ അങ്ങോട്ട് നോക്കണ്ട, അവിടെ ഒന്നും പറഞ്ഞു തരൂല. സഹകരണ സ്ഥാപനത്തിലെ പൈസ പിരിക്കുന്ന ആളാണ്. ഓക്കെ. എത്ര രൂപ വെച്ചൊക്കെ പിരിക്കാറുണ്ട്? 10 രൂപ, 20 രൂപ, 50 രൂപ. ചെറിയ ക്യാഷ് ആണോ? 100 രൂപ തരുന്ന ആളുണ്ട്, 100 രൂപ, 200 രൂപ തരുന്ന ആളുണ്ട്. ഓക്കെ. എങ്ങനെയാ പിരിക്കാനായിട്ട് എങ്ങനെയാ പോകുന്നത്? ഇരുചക്ര വാഹനം ഉണ്ട് എനിക്ക്. ഇരുചക്ര വാഹനം എന്ന് പറയുമ്പോ അതെന്ത് വാഹന? 2 ടയറുള്ള ടയർ. ചക്രം അതിനുമ്പ് പറഞ്ഞാണല്ലോ, പിന്നെന്ത് പറ്റി? ഓക്കെ. ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാരും ഫുഡ് കഴിക്കുമല്ലോ. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചോറ്. അത് മലയാളമാണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു കേട്ടോ. ചോറിന്റെ കൂടെ ഇഷ്ടപ്പെട്ട കറി ഏതാ? മീൻകറി. മീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാ? മത്തി. ഈ മത്തി ഫ്രൈ ചെയ്യണതാണോ അതോ എങ്ങനെ കറി വെക്കുന്നതാണ്? ഫ്രൈ ചെയ്തെന്തോ കുഴപ്പം എന്താ? എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ. ഫ്രൈ ചെയ്യുന്നതോ കുഴപ്പം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ചോദിച്ചേ. ഫ്രൈ ചെയ്തെന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തോ ഇല്ല ചേർക്കാറ്? വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ കോക്കനട്ടിന്റെ ആണോ? ആയിരിക്കും. വീട്ടില് തേങ്ങയൊക്കെ ചേർക്കുന്നത് ചേച്ചി തന്നെയാണോ? ഈ കയ്യിലിരിക്കുന്ന സാധനം എന്താ? മലയാളത്തിൽ പറയാൻ നല്ല കൈഡ് കൊടുത്തേ. ആള് ഒറ്റ വേർഡ് മാത്രം യൂസ് ചെയ്തുള്ളൂ. ശ്രീനില ചേച്ചിക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോ നിമ്മി കൂടി ചേർത്ത് കൊടുത്തോ. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. നല്ലൊരു കൈഡ് കൊടുത്തേ, നല്ലൊരു കൈഡ്. ഓക്കെ. മതി.
അപ്പൊ അതൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അതെ. മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടി തകർത്തു. അതെ. അപ്പൊ പൊളിച്ചു. ആ ഡാൻസ് കളിച്ച കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കൈഡി കൊടുത്തേ. നിമ്മി ആണ് ഇനി അടുത്തതായിട്ട് പെടാൻ പോകുന്നത്. 1000 രൂപ തന്നോ ഞാൻ? ഇല്ല. അത് തരണ്ടേ? ചോദിക്കൂ. ഇതെന്താ ചോദിക്കാത്തേ? ക്യാഷിൽ താല്പര്യമില്ല? താല്പര്യമുള്ളൂ. ഒരു നല്ല കൈഡി. ആദ്യത്തെ 1000 രൂപയാണ് അത്. ഇനി നമ്മൾ 2000ന്റെ റൗണ്ടിലേക്ക് കിടക്കാണ്. ഇനി ഇതിൽ നിന്നൊരു ഗെയിം എടുത്താൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മൈക്കി പറഞ്ഞു. ചറപറ. ഗെയിമിന്റെ പേര് ചറ പറ എന്നുള്ള ഗെയിമാണ്. ഇത് കുറച്ച് ടാസ്ക് ഉണ്ട്. അതായത് നമ്മളിവിടെ ഒരു 1-2 ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. അതിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടീസിന്റെ അടിയിൽ നമ്മളൊരു ചെറിയ പടക്കം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചെറുത്. അപ്പോൾ അത് കണ്ടെത്തണം. ആദ്യം ഓരോ ബോക്സിൽ നിന്ന് ഒരെണ്ണം കണ്ടെത്തുക. ഒരു പടക്കം കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ നമ്മളോടൊരു മണൽ വെച്ചിട്ടുണ്ട്. ആ മണലിൽ കുത്തിവെക്കുക. ഈ ഇരിക്കുന്ന ആളുകളിൽ നമ്മളൊരു സൈഡിൽ ചെറിയ തീപ്പെട്ടി കൊടുത്തിട്ടുണ്ടാവും. ഓടിപ്പോയി തീപ്പെട്ടി എടുത്തിട്ട് വന്നിട്ട് ആ പടക്കം കത്തിക്കുക. ഓക്കെ, കത്തിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തീപ്പെട്ടി ഏത് സൈഡിൽ നിന്നാണ് മേടിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നിരിക്കുക. വീണ്ടും വരിക, അടുത്ത പടക്കം കണ്ടെത്തുക, കൊണ്ടുവയ്ക്കുക. സെയിം പ്രോസസ്. റെഡി? അതാണ് ചറപറ എന്നുള്ള ഗെയിം. ചറപറ പരിപാടികളായിരുന്നു. നമുക്ക് തുടങ്ങിയാലോ? ഇത് ജയിച്ചു കഴിഞ്ഞാൽ 3000ന്റെ റൗണ്ടിലേക്കാണ് നിമ്മി പോകുന്നത്. നിമ്മിയുടെ 2ാം റൗണ്ട് ചറപറ. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 3 പടക്കം പൊട്ടിക്കണം. റെഡി? ചറപറാന്ന് പൊട്ടിച്ചോ. ഒട്ടും വൈകണ്ട. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. നിമ്മി 2ാം റൗണ്ടാണ്. ഉത്സാഹത്തോടു കൂടി മത്സരിക്കുകയാണ്. പെട്ടെന്ന് കണ്ടെത്തിക്കോ. പടകം 1ാമത്തെ. അത് നന്നായിട്ട് ആഴത്തിൽ വെച്ചോ. ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ നല്ല ഒരു കയ്യടി കൊടുത്തോ. തീപ്പെട്ടി നന്നായിട്ട് ഉറച്ചോ. മാറിക്കോ. പൊട്ടി. അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ. ഓക്കെ, ഈ വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായിട്ട് വീണ്ടും വീണ്ടും പടക്കം പൊട്ടിക്കുന്ന പോലെ ഉണ്ട് ഇത്. എന്തായാലും ഇന്നും വിഷു ആണോ? ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോണത്. വളരെ പെട്ടെന്നാണ് എന്തായാലും നിമ്മി 2ാമത്തെ പടക്കം കണ്ടെത്തിയേക്കുന്നത്. ഓടിക്കോ ഓടിക്കോ. സൂപ്പർ സൂപ്പർ. അതിന് ഒരെണ്ണം കൂടി. 50 സെക്കൻഡ് കഴിഞ്ഞു. ഒറ്റ ഒരെണ്ണം കൂടി മതി. 50 സെക്കൻഡിനുള്ളിൽ 2 പടക്കമാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. സൂപ്പർ. 3ാമത്തെ. നമ്മൾ പറഞ്ഞ പോലെ 3ാമത്തെ എത്തിയിരിക്കുന്നു. 3ാമത്തെ എത്തിയിരിക്കുന്നു. ഓക്കെ, കത്തിച്ചോ. ഒരു നല്ല കൈഡി കൊടുക്കുന്ന ആള് ജയിക്കാൻ പോവാണ്ട. 80 സെക്കൻഡ്. ജയിച്ചിരിക്കുന്നു. അപ്പോ വിഷു ഒക്കെ ആഘോഷിങ്ങനെ നിൽക്കുമ്പോ ഒരു വിഷു കൂടി, നമ്മുടെ 100ാം എപ്പിസോഡിന്റെ ആഘോഷവും വീണ്ടും വിഷു ആഘോഷിച്ച പോലെ ഫീൽ ചെയ്തോ നിമ്മിക്ക്? ഉറപ്പായിട്ടും. ഞങ്ങളെ ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ ആഘോഷവും ഒരുപോലെ കൊണ്ടു നടക്കുന്നതാണ്. അടിപൊളി. അപ്പൊ ഞങ്ങള് വിഷു ആഘോഷിച്ചതാണ്, അടിച്ചു പൊളിച്ചതാണ്. അതിനൊരു അവസരം കൂടി ഞങ്ങൾ തന്നു. അപ്പൊ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ 3000 രൂപയുടെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, ആ റൗണ്ട് ജയിച്ചു കഴിഞ്ഞാൽ നിമ്മിക്ക് ഉറപ്പായിട്ടും 3000 രൂപ കിട്ടും. അത് എൻട്രി ഗെയിം ഒന്നല്ല, 3000 രൂപ കിട്ടുന്ന റൗണ്ടാണ്. ഒപ്പം ഈ മലബാർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ചങ്കൂറ്റമുള്ള ആളുകളുടെ നാടുകൾ, ഇങ്ങനെ ഒരുപാട് അല്ലെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഉണ്ണിയാർച്ചയുടെ നാടാണ്. അപ്പോ ഇവിടെ ഈ ചൊക്ലിയില് മാരങ്കണ്ടിയില് കുറച്ച് കളരിക്കാരുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ആ കളരി അഭ്യാസം ഒന്ന് കണ്ടാലോ? എന്നാ അപ്പോ ഇവിടത്തെ കുട്ടികളുടെ കളരി അഭ്യാസ പ്രകടനത്തിലേക്കാണ് നമ്മൾ ഇനി ഈ 100ാം എപ്പിസോഡ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സി കേരളം സൂപ്പർ ബമ്പർ തുടങ്ങട്ടെ അല്ലേ? ചാടി മറിഞ്ഞ് തുടങ്ങട്ടെ അവര്. നമ്മൾ ഒരു ഉണ്ണിയാർച്ചയെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് അല്ല നിമ്മി? പക്ഷെ ഇതിപ്പോ 5 ഉണ്ണിയാർച്ചമാരാ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഉണ്ണിയാർച്ചമാർക്ക് ഒരു കൈയടി കൂടി ഇല്ലേ? അവരുടെ പ്രകടനം നിങ്ങളൊക്കെ കണ്ടതല്ലേ?
സി കേരള സൂപ്പർ ബമ്പർ കണ്ടവര് വീട്ടിലിരുന്ന് കൈയടിച്ചോ. എന്തായാലും ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെട്ടു. എന്താ പേര്? നിയുക്ത, അഫ്നി, അവ്നി. ഓക്കെ, നിയുക്തിയും അവനിയും. രണ്യ, രസ്ന, അവന്തിക. ഇവരാണ് അടുത്ത ഉണ്ണിയാർച്ച വരെ. എത്ര കാലമായി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട്? 3 വർഷം. എല്ലാവരും 3 വർഷക്കാലമായി. ആരുടെ അടുത്താ പഠിക്കുന്നത്? ഗുരുകൃപ കളരി സംഘത്തിലെ സദാശിവൻ ഗുരുക്കൾ. ഇവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഒരു നല്ല കൈയ്യടി കൊടുത്തേ ഇവർക്ക്. അപ്പൊ താങ്ക് യു, ടാറ്റ. അപ്പോ എന്തായാലും കളരി കണ്ടു. ഇനി നമുക്ക് അടുത്ത അഭ്യാസ പ്രകടനത്തിലേക്ക് കടക്കണം. അതിനുള്ള ആള് നമ്മുടെ അടുത്തുണ്ട്. നിമ്മിയാണ്. അടുത്ത മത്സരത്തിലേക്ക് പോവാണ്. 3000 രൂപ ഉറപ്പായും കിട്ടുന്ന റൗണ്ടിലേക്കാണ് പോകുന്നത്. നിമ്മി റെഡി അല്ലേ? റെഡി. അതിനുമുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ? കളരി കണ്ടതല്ലേ നമ്മള്? ഓ. ഓക്കെ, അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. നിമ്മി ഇവിടെ തയ്യാറായി നിൽക്കുന്നു. 3000 രൂപ ഉറപ്പായും കിട്ടുന്ന റൗണ്ടിലേക്ക്. പ്രതീക്ഷിക്കുന്നുണ്ടോ 3000 രൂപ? ഓ, സ്വപ്നം കാണാത്ത ആളൊന്നും ഇല്ലല്ലോ. സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ് APJ അബ്ദുൽ കലാമും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിമ്മിയും റെഡിയാണ് അല്ലേ? റെഡി. അടുത്ത ഗെയിം ഏതാന്ന് നോക്കാം. ഇത് നിമ്മീനെ കണ്ടിട്ട് ഇട്ടാണോന്ന് അറിയാൻ പാടില്ല കേട്ടോ. കൊതിച്ചിപ്പാറു എന്നുള്ള പേരാണ് ഗെയിമിന് ഇട്ടിരിക്കുന്നത്. ശരിക്കും കൊതിച്ചിപ്പാറു ആണോ നിമ്മി? ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം കൊതിച്ച് പറയുന്നു. കൊതിച്ചിപ്പാറു തന്നെയാ. അപ്പോ നിമ്മിയുടെ അടുത്ത റൗണ്ട് മത്സരം ഇവിടെ റെഡിയാണ്. നിമ്മിക്ക് ഒരു നല്ല കൈയ്യടി കൊടുത്തു. വളരെ മധുരമൂർന്ന മത്സരമാണ്. ഒരു ലോഡ് ഐസ്ക്രീം, ഇത്രയും ഐസ്ക്രീം ഒക്കെ ഒന്നിച്ച് കഴിക്കാൻ കിട്ടിയ ആരായാലും ഒന്ന് കഴിച്ചു പോകും അല്ലേ? അപ്പൊ നിമ്മി ഈ ഐസ്ക്രീം മൊത്തം കഴിക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ബാലൻസ് വെച്ചോ എന്തായാലും. ഇതിന്റെ ഉള്ളിൽ ചെറി ഒളിപ്പിച്ചിരി വെച്ചിട്ടുണ്ട്. വാ കൊണ്ടാണ് ഐസ്ക്രീം നിന്ന് ആ ചെറി കണ്ടെത്തുന്നത്. കൈ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ 80 സെക്കൻഡ് സമയമാണ് നിമ്മിക്കുള്ളത്. 80 സെക്കൻഡ് കൊണ്ട് ഈ ഐസ്ക്രീം കുളം എന്ന് വിളിക്കാൻ വേണമെങ്കിൽ ഐസ്ക്രീം കുളത്തിൽ നിന്ന് ഒരു 8 ചെറിപ്പഴം നമ്മൾ ഇതിലെത്തണം. 80 സെക്കൻഡ് 8 എണ്ണം. ഗെയിം തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. തുടങ്ങി വഴി ഒരെണ്ണം കിട്ടിയ 1 2 3 10 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ. കിട്ടുന്നില്ല. 3 എണ്ണേ ആയിട്ടുള്ളൂ. കുറച്ച് ഐസ്ക്രീം കഴിച്ചോ? അപ്പൊ റിലാക്സ് ചെയ്യാൻ പറ്റൂലോ. 4 കിട്ടിയുള്ളൂ. ഇനി അതിന്റെ ഇടയ്ക്ക് വിഴുങ്ങണ്ടോ? ചെറിയ വിഴുങ്ങി പോണ്ടോ ഇനിയിപ്പോ അറിയാതെ? അമ്മേ, എന്നാലും ജയിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. നല്ലൊരു കൈ കൊടുത്തേ. 5 എണ്ണം ആയിട്ട് കേട്ടോ. ഇനി 3 എണ്ണം കൂടി മതി. 3 എണ്ണം. 40 സെക്കൻഡ് ബാക്കിയുണ്ട്. 3 4 5. ദൈവമേ, ഇനി ഒരെണ്ണം കൂടി മതി. ഒരെണ്ണം കൂടി മതി. 1 മതി. സൂപ്പറായിട്ട് വിജയിച്ചിരിക്കുന്നു നിമ്മി. നിമ്മിക്ക് കിട്ടുന്നു 3000 രൂപ. ഐസ്ക്രീം കഴിച്ച് 3000 രൂപ നേടിയ ആദ്യത്തെ ആളാ ഞങ്ങളുടെ സൂപ്പർ ബമ്പറിൽ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അപ്പോ 3000 രൂപ. 1000 നമ്മൾ നേരത്തെ തന്നു. ടോട്ടൽ 3000 ആണ്. അപ്പൊ ബാലൻസ് 2000 തരട്ടെ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. 3000 രൂപ സ്വന്തമാക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിമ്മി. നിമ്മി ഇനി കിടക്കുന്നത് 5000 രൂപയുടെ റൗണ്ടിലേക്കാണ്. ഇതും 5000 രൂപ കിട്ടുന്ന റൗണ്ട് അല്ല, 10000ത്തിലേക്കുള്ള എൻട്രി റൗണ്ട് ആണ്. ഇത് ജയിച്ചാലാണ് ഉറപ്പായും കിട്ടുന്ന 10000ത്തിന്റെ റൗണ്ടിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഗെയിം എടുത്താലോ? റെയിൻബോ സ്മോക്ക് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഈ റെയിൻബോ സ്മോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ പടക്കമാണ്. ഓക്കെ, നമ്മളിവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ടാവും. ആ പ്രോപ്പർട്ടീസ് എടുത്ത് പിരമിഡ് ഉണ്ടാക്കണം. ഇപ്പൊ പിരമിഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ റെയിൻബോ സ്മോക്ക് എന്ന് പറയുന്ന പടക്കം കയ്യിൽ കിട്ടും. നമുക്കത് കണ്ടെത്താൻ പറ്റും. അപ്പോഴേക്കും ഈ പിരമിഡ് റെഡിയാക്കുക. എന്നിട്ട് ഈ റെയിൻബോ സ്മോക്ക് എന്ന് പറഞ്ഞ പടക്കം എടുക്കുക, അത് പൊട്ടിക്കുക. അതാണ് ഗെയിം എന്ന് പറയുന്നത്. പിരമിഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സത്യത്തിൽ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം അത് നന്നായിട്ട് ബാലൻസ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു ഗെയിം ആയിരിക്കും. അത് വീഴാതെ നന്നായി പറയുന്ന സമയത്തിനുള്ളിൽ പിരമിഡ് ഉണ്ടാക്കുക. അതാണ് മെയിൻ ഗെയിം എന്ന് പറയുന്നത്. അത് വിജയിച്ചാലാണ് പടക്കം പൊട്ടിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കാൻ പറ്റില്ല. റെഡി അല്ലേ? അപ്പോ നിമ്മിയുടെ അടുത്ത റൗണ്ട്, നെക്സ്റ്റ് റൗണ്ട്, 5000ത്തിന്റെ റൗണ്ട്, ഗെയിം റെയിൻബോ സ്മോക്ക്. അപ്പോൾ നിമ്മി അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. പിരമിഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഇതിൽ റെഡിയാണ്. ഇതിൽ 3-4 ഐറ്റംസ് ഉണ്ട്. അത് മുകളിൽ വെച്ച് പിരമിഡ് ഉണ്ടാക്കുക. കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ ആ റെയിൻബോ പടക്കവും ഉണ്ടാവും. ഓക്കെ, ആ പടക്കം ഒരു പിരമിഡ് റെഡി ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ പടക്കം കത്തിക്കുക. എന്നിട്ട് വേഗം ആരുടെയും കയ്യിൽ ആ പടക്കം കൊടുക്കുക. തിരിച്ചു വരിക, അടുത്ത പിരമിഡ് ഉണ്ടാക്കുക. മൊത്തം
60 സെക്കൻഡ് ആണ് ഈ റൗണ്ടിലുള്ളത്. 60 സെക്കൻഡിൽ അങ്ങനെ 3 പിരമിഡ് റെഡി ആവണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതിൽ സംഭവമുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിരമിഡ് റെഡിയായി എങ്കിൽ ഇന്നാ ഇത് പിടിച്ചോ, അത് കത്തിച്ചോ, കത്തിച്ച് ഒന്ന് എല്ലാവരെയും കാണിച്ചോ. ആ ചേട്ടന്മാരെ കൊടുത്തോ, ചേട്ടന്മാരെ അത് കളറാക്കിക്കോ, അവിടെ ഉഷാറാക്കിക്കോ. ഇത് വിജയചിഹ്നമാണ്. ഓക്കെ, രണ്ടാമത്തെയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചേച്ചിമാരെ അങ്ങോട്ട് എന്നൊക്കെ പറയണ്ട, അവർക്കും കൊണ്ടേ കൊടുത്തു. ആ കൊച്ചു ഓടിക്കോ. ഓക്കെ, 3 ഒരെണ്ണം കൂടി മതി. വളരെ ഇത് ശരിക്കും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടാണല്ലോ മത്സരിക്കുന്നത്. അത് പയ്യെ സൂക്ഷിച്ച് അത് അവിടെ ഇരിക്കട്ടെ. ബാലൻസ്. ഓ സൂപ്പർ. 3ാമത്തെയും റെഡിയാക്കിയിരിക്കുന്നു. അത് മേടിക്കാൻ 30 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ റെഡി. ഒരു പയ്യൻ അവിടെ അത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. കത്തട്ടെ. ഒന്ന് നോക്കി കാണിച്ചേ, ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അപ്പോ നിമ്മിയുടെ ഈ വിജയത്തിന്റെ സന്തോഷത്തിൽ നമുക്കൊരു ഡാൻസ് കൂടി കണ്ടാലോ? ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്, ഒരു ഡാൻസ് ടീം റെഡി ആയിട്ടിരിപ്പുണ്ട്. ആ പെർഫോമൻസിലേക്ക് പോവാം നമുക്ക്. അപ്പോ നിമ്മി അടുത്ത റൗണ്ടിലേക്ക് കടന്ന സന്തോഷത്തിൽ നമ്മൾ ഒരു അടിപൊളി ഡാൻസ് കണ്ടു. വളരെ മനോഹരമായ ഡാൻസ് ആയിരുന്നു. ഡാൻസ് കളിച്ചവർക്കും നിമ്മിക്കും ഒരു നല്ല കൈയടി കൊടുത്ത എല്ലാവരും. വീട്ടിലിരിക്കുന്നവർ കൈയടിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീ കേരള സൂപ്പർ ബമ്പർ 100ാം എപ്പിസോഡ് നമ്മൾ പൊളിച്ചടുക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നിമ്മിക്കുള്ള 10,000 രൂപയുടെ റൗണ്ടാണ്. നമുക്കെന്തായാലും ആ ഗെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ കുറേ നേരമായാലും കണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു 2 പേരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. നമുക്കൊരു ഗെയിം നടത്തി നോക്കാം. അപ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും 2 പേർ മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. എന്താ പേര്? മനാഫ്. എന്ത് ചെയ്യുന്നു? ബൈക്കറാണ്. ബേക്കറി. ഞാൻ ബൈക്കറിന്ന് കേൾക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് എടുത്ത് നാട് വിട്ടു പോകും, അതൊക്കെ പരിപാടി. എന്നൊരു ചുമ്മാ ചുറ്റിക്കറങ്ങാം. ബേക്കറിയിൽ എന്താ പരിപാടി? സെയിൽസ്മാൻ ആണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പെൺകുട്ടികൾക്ക് 2 ലഡ്ഡു ഒക്കെ കൂടുതൽ എടുത്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ അതിന്റെ വില കൊണ്ട് കൊടുക്കാൻ പറ്റും. വില കൊണ്ട് പെമ്പിള്ളേര് വന്നാലും നമ്മള് ബിസിനസ് അല്ലേ? അതെല്ലാം അങ്ങനെ തന്നെ. മുത്താണ് മുത്ത്. ചേച്ചിയുടെ പേര് എങ്ങനെയാ? ബ്രിജിത. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് നന്നായി സംസാരിക്കേണ്ട ഒരു ഗെയിമാണ്. ഒരാൾ പൊറോട്ടയും ബീഫും നല്ലതാണ് എന്ന് വാദിച്ച് ജയിക്കണം. മറ്റൊരാൾ അത് കൊള്ളൂല എന്ന് വാദിച്ച് ജയിക്കണം. 2 പേര് പരസ്പരം നന്നായിട്ട് സംസാരിച്ചോളണം. ആരാണ് ഇത് നല്ലതാണ് എന്ന് സംസാരിക്കാൻ പോകുന്നത്? മനാഫ് അല്ലേ? സ്വീറ്റ് മാൻ മനാഫ് ആണ് പൊറോട്ടയും ബീഫും സൂപ്പറാണ് എന്ന് വാദിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ പേര് ബ്രിജിത ചേച്ചി ഇത് കൊള്ളൂല എന്ന് വാദിച്ചോളണം. ഓക്കെ, തുടങ്ങാം നമുക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. കേരളത്തിന്റെ ദേശീയ ഭക്ഷണമായിട്ട് നമ്മൾ പൊറോട്ടയും ബീഫും കാണണം. എന്ന് മുതൽ വെച്ചാല് പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരാള്
ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കാൻ പൊറാട്ട ഉണ്ടോ എന്നാണ്. പക്ഷെ പൊറോട്ടയ്ക്ക് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. അത് നമുക്ക് വേണ്ടാത്ത പ്രോഡക്റ്റിൽ നിന്നും ഉണ്ടാക്കുന്ന സാധനമാണ്. സോ പ്രോഡക്റ്റ് ഒരിക്കലും 60 വയസ്സ് വരെ ജീവിക്കുന്ന നമുക്ക് ഇനി എന്ത് ഇതാണ്? 60 വയസ്സ് വരെ ജീവിക്കണ്ടേ? 60 ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് മാത്രമേ 60 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ പൊറോട്ട തെറ്റാലും അങ്ങനെ നമ്മൾ ഉണ്ടാവുകയില്ല. നാട്ടിലെ സുരേഷ് ആട്ടെ പൊറാട്ട കഴിച്ചിട്ട് അങ്ങനെ ആരോഗ്യം നോക്കണം. ഒരു സുരേഷ് ചക്ക വീണ് മുയില ചത്തുന്നവനെ എപ്പോഴും നടന്നെന്ന് വരില്ല. ഓക്കെ, സോ പൊറോട്ട ഹെൽത്തിന് നല്ലതല്ല. ഈ ഏരിയയിൽ പൊനത്തിൽ മുക്കിൽ തന്നെ 4 ആളെ നോക്കി 100 ആളെ നോക്കി കഴിഞ്ഞാല് പൊറാട്ടയും ബീഫും എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉപയോഗം ഇല്ലാത്ത സാധനമാണ്. കേരളത്തിൽ ഏതൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അവിടെ ദേശീയ ഭക്ഷണമായിട്ട് പൊറാട്ട ഉണ്ടാവും. പൊറോട്ട ഉണ്ടാവുമായിരിക്കും, പക്ഷെ എത്ര പേര് ഇത് ഓർഡർ ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ട് കേരള സർക്കാർ ഇന്ത്യയിൽ നിന്ന് പൊറാട്ട നിരോധിക്കുന്നില്ല? ദേശീയ ഭക്ഷണമാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിൽ വന്ന് കേന്ദ്ര ആയിക്കോട്ടെ കേരള ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ബീഫിനെ സംബന്ധിച്ചാണ് കേരളത്തിൽ അലൗട്ട് ആണ്, മറ്റുള്ളവർക്ക് അലൗട്ട് ഇല്ല. ഞാൻ പറഞ്ഞത് പൊറോട്ട ഒരുപാട് അലൗ ചെയ്തുകൊണ്ടാണ് നിരോധിക്കുന്നില്ല. എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? അറിയാവുന്നവര് കഴിക്കില്ല. സത്യത്തിന് നിനക്ക് പൊറോട്ട ഇഷ്ടമാണോ? പൊറാട്ട ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ? പൊറോട്ടയും വരട്ടിയ ബീഫും സൂപ്പർ. ഒന്ന് വെള്ളം വരും നോക്ക്. ബ്രിജിത ചേച്ചിക്ക് സത്യത്തിൽ നല്ല ചൂട് പൊറോട്ട, അതിന് നല്ല ബീഫ് വരട്ടി, അത് പോട്ടെ, നല്ല ചൂട് പൊറോട്ടന് നല്ല സാമ്പാറോ പീസ് കറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊറോട്ട എനിക്ക് ഇഷ്ടമല്ല. നല്ല കൈയ്യടി കൊടുത്തേ ഇവർക്ക്. ഇവര് രണ്ടുപേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വാദത്തിൽ നന്നായിട്ട് ഉറച്ചു നിന്നു അല്ലേ? രണ്ടുപേർക്കും സമ്മാനം കൊടുത്താലോ? അതാണ് സൂപ്പർ ബമ്പറിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. സമ്മാനം പറയട്ടെ. മനാഫ് സത്യത്തില് നല്ല രീതിയിൽ പൊറോട്ടയും ബീഫും കഴിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ബ്രിജിത അല്ലെ? ബ്രിജിത ശരിക്കും പൊറോട്ട കഴിക്കാത്ത ആൾ തന്നെയാണോ? ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ല. എന്താണ് അതുകൊണ്ടാണ് ആളിങ്ങനെ ഇരിക്കണത്. പൊറോട്ട കഴിച്ചത് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ. ഓക്കെ, എന്തായാലും ഇവർക്കുള്ള സമ്മാനം കൊടുക്കട്ടെ. നമ്മുടെ ബ്രിജിത ചേച്ചിക്ക് 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മനാഫ് ക്വാൻലി ഇന്നർവെയർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഒരു നല്ല കൈയ്യടി കൊടുത്തേ നിമ്പി. അപ്പോ ഇനി 10,000ന്റെ റൗണ്ടിലേക്ക് കടന്നു. ആ ഗെയിമാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 10,000 ജയിച്ചാൽ 10,000 കൈ കിട്ടും, തോറ്റാൽ 3,000 ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. എടുത്തോ. സെഞ്ചുറി. നമ്മുടെ 100ാം ദിവസമായതുകൊണ്ട് സെഞ്ചുറി എന്നാണ് ഗെയിമിന്റെ പേര്. ഇവിടെ നമ്മൾ ഒന്നിച്ച് കൂട്ടിയിട്ട് 100 ബലൂണുകൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, 40 സെക്കൻഡ് സമയത്തിനുള്ളിൽ നമ്മളൊരു വലിയ ബലൂൺ തരും. ബലൂൺ അല്ല, ഒരു ബോൾ തരും. അതുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കാം, ഒന്നിച്ച് 5-6 വെച്ച് പൊട്ടിക്കാം. 100 ബലൂൺ പൊട്ടിക്കുക എന്നുള്ളതാണ് ഗെയിം. ഈ പുറത്തേക്ക് ബലൂൺ ചാടിപ്പോയാൽ കളക്ട് ചെയ്യാൻ നമുക്ക് 2 സുഹൃത്തുക്കളെ നിർത്താം. ആ കാര്യങ്ങളൊന്നും നമ്മൾ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മതി. റെഡി? അപ്പോൾ നിമ്മി 10,000 രൂപയുടെ റൗണ്ടിൽ മത്സരിക്കാൻ പോവുകയാണ്. അതിനുള്ള 100 ബലൂണുകൾ ഇവിടെ റെഡിയാണ്. 40 സെക്കൻഡിനുള്ളിൽ 100 ബലൂണുകൾ പൊട്ടിക്കലാണ്. സഹായിക്കാൻ 2 പേര് വിളിക്കാൻ പറ്റുമ്പോൾ 2 പേര് യൂണിഫോം ഇട്ടിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. എന്താ പേര്? ലത ചേച്ചി. ആ ചേച്ചിയുടെ പേര് എങ്ങനെയാ? നവ്യ. നിങ്ങൾ ചെയ്യേണ്ടത് പുറത്തേക്ക് പോകുന്ന ബലൂണുകൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുക. വേഗത്തിലായിക്കൊള്ളണം. അപ്പോൾ ഇനി സമയം കളയുന്നില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അമ്പോ എന്റെ അമ്മേ. പോരട്ടെ, വേഗം എടുത്ത് കൊടുക്ക്. അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്ക്. 15 സെക്കൻഡ് കഴിഞ്ഞു. പൊട്ടട്ടെ. ബലൂണല്ല പൊട്ട, അവിടെയുള്ള മരമൊക്കെ തെറിച്ചു കൊണ്ട്. 20 സെക്കൻഡ് കഴിഞ്ഞു. കൈയടിക്കട്ടെ. പോരട്ടെ. പോരട്ടെ. 30 സെക്കൻഡ് കഴിഞ്ഞു. 10, 9, 8, 7, 6, 5, 4, 3, 2, 1.
എന്തായാലും നിമ്മിയുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറട്ടെ, ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകട്ടെ, ഇനിയും വീണ്ടും കാണാം. എല്ലാവിധ പ്രാർത്ഥനകളും. സൂപ്പർ ബമ്പർ, സി കേരളം സൂപ്പർ ബമ്പറിന്റെ വക എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു. അപ്പോ ഇന്ന് ചൊക്ലിയില് മാരാങ്കണ്ടിയിലായിരുന്നു, അവിടെ പുനത്തിൽ മുക്കിലായിരുന്നു സി കേരളം സൂപ്പർ ബമ്പറിന്റെ 100ാം ദിവസത്തെ ആഘോഷം. നമ്മൾ പൊളിച്ചു അല്ലേ? ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആൻഡ് ബിഗ് താങ്ക്സ് തന്നുകൊണ്ട് ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പർ എന്ന് പതുക്കെ ടാറ്റ പറയാണ്. നാളെ 101ാം എപ്പിസോഡുമായിട്ട് നമ്മൾ കാണും. ഈ ജൈത്രയാത്ര നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ എല്ലാവരും എന്നും ഇതുപോലെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഒപ്പം ഞാൻ നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പർ ഇങ്ങനെ ഒരു 100ാം എപ്പിസോഡ് എത്തി നിൽക്കുമ്പോൾ, കേരളം ഒട്ടാകെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൂടെ എന്നെയാണ് നിങ്ങൾ കാണുന്നത്, പക്ഷേ എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് നിങ്ങളിലൂടെ ഞാൻ പറയുകയാണ്. ഇനി കേരളമൊട്ടാകെ പറഞ്ഞുകൊണ്ടേയിരിക്കും അടിച്ചു മോനെ ബമ്പർ എന്ന്. അതിനുവേണ്ടി ഞങ്ങൾ കട്ടയ്ക്ക് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. തൽക്കാലം ഇന്ന് പറയുന്നു, ഈ മിഥുൻ പറയുന്നു, ഗുഡ് ബൈ.